രാത്രിയുടെ മറവിൽ പൈമറ്റം യു.പി. സ്കൂളിലും അംഗൻവാടിയിലും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിക്കുകയും നിർമ്മാണത്തിലിരിക്കുന്ന വർണ്ണക്കൂടാരത്തിന്റെ കൈവരികൾ തകർക്കുകയും ചെയ്തു. അംഗൻവാടിയിലെ ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിക്കുകയും വെളുത്ത നിറത്തിലുള്ള മാലിന്യം ശുചിമുറിയിൽ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ നിർമ്മാണത്തിലിരിക്കുന്ന വർണ്ണക്കൂടാരത്തിന്റെ കൈവരികൾ തകർത്തു. 2 മാസങ്ങൾക്ക് മുൻപ് സ്കൂളിലെ ഓഫീസ് റൂമിന്റെ ഡോറ് ചവിട്ടിപ്പൊളിക്കുകയും മറ്റ് നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നു. ഹെഡ്മിസ്ട്രസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ. ഇ. അബ്ബാസ്, വാർഡ് മെമ്പർ സഫിയ സലീം, SMC മെമ്പർ VS നൌഫൽ, അംഗൻവാടി വർക്ക് റെജി വർഗീസ് എന്നിവർ സ്ഥലത്തെത്തി പോലീസിനെ വിളിച്ചു. ഊന്നുകൽ SHO P. ബസൻ സ്കൂളിലെത്തി പരിശോധന നടത്തി. ഹെഡ്മിസ്ട്രസ് വർഗീസ് പഞ്ചായത്ത് സെക്രട്ടറിക്കും ഊന്നുകൽ പോലീസിലും പരാതി നൽകി. നിരന്തരം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് പോലീസ് ഉണർന്നു പ്രവർത്തിക്കണമെന്നും നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും വൈസ് പ്രസിഡന്റ് ഒ. ഇ. അബ്ബാസ് ആവശ്യപ്പെട്ടു. വിവിധ ഘട്ടങ്ങളിൽ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ വാർഡ് മെമ്പർ ഉൾപ്പെടെ നിരന്തരം പോലീസുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുകയും പോലീസ് ആ സമയങ്ങളിൽ ഒന്ന് വന്ന് നോക്കി പോകുന്നതല്ലാതെ കൃത്യമായ നൈറ്റ് പട്രോളിങ്ങിന്റെ ഭാഗമായി വരികയോ അങ്ങനെ വരുന്നതിൻ്റെ ഭാഗമായി ഇവിടെ അതിക്രമം തടയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. പോലീസിൻ്റെ പെട്രോളിംഗ് ശക്തമാക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. പൊതുമുതൽ നശിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന സാമൂഹ്യദ്രോഹികളെ തടയുവാൻ നാട്ടുകാർക്ക് രാത്രികാലങ്ങളിലൊക്കെ അങ്ങനെ കാവലിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല. പക്ഷേ പോലീസിൻ്റെ നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെ അവരുടെ നടപടികൾ വന്നാൽ തീർച്ചയായും സാമൂഹ്യദ്രോഹികൾക്കൊരു ഭയം ഉണ്ടാവുകയും അവരത്തരം കാര്യങ്ങളിൽ നിന്നും പിന്മാറുകയും ചെയ്യും. ഏതായാലും പല ആവർത്തി ഇത്തരം സംഭവങ്ങൾ പൈമറ്റം സ്കൂളിലും അംഗൻവാടിയിലും ഉണ്ടായിട്ടുണ്ട്. ഇനിയും അത് തുടർന്ന് പോകാതെ വർണ്ണക്കൂടാരം, ഇവിടെ ഉദ്ഘാടനം പോലും കഴിയാത്ത വർണ്ണക്കൂടാരത്തിൻ്റെ പ്രവർത്തനം നടക്കുകയാണ്, നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. അതിൻ്റെ ഒരു നിരവധിയായ സംഭവങ്ങൾ അത് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. ഈ നാട്ടുകാർക്ക് പൈമറ്റം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നന്നായി പ്രവർത്തിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ഒരു മുത്തശ്ശിയായിട്ട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സരസ്വതി ക്ഷേത്രമാണ്. അതിനെ തകർക്കുവാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.